Good afternoon. Good afternoon. Good afternoon, ma'am. Afternoon. Good afternoon. എന്താണ് എല്ലാവരും വിശേഷം? ഗാന്ധിയായിട്ട് ചിങ്ങമാസം വന്നോട്ട് വരെ പുതുവർഷം ആരംഭിക്കുകയാണല്ലേ? കേൾക്കുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. പഠിത്തമൊക്കെ എവിടെവരെയായി? എന്തെങ്കിലുമൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യട്ടോ. ഓക്കെ, നമ്മള് കുറച്ച് ദിവസങ്ങളിലായിട്ട് കേരള നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത് ക്ലാസ്സില്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. കേരള നവോത്ഥാനത്തെ കുറിച്ചുള്ള
മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസുകളോടാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻ ഏകദേശം ഒരു 40-45ഓളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവരും. പിന്നെ നമ്മള് ക്വസ്റ്റ്യൻസ് നോക്കാന്നുള്ളൊരു തീരുമാനത്തിലാണ്. കേരള നവോത്ഥാനത്തെ കുറിച്ചിട്ട് കേട്ടോ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണേ. ഓക്കെ. കേരള നവോത്ഥാനം ഏതാനും ചില ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. പണ്ഡിറ്റ് കെ കറുപ്പൻ. കേരള ഗാന്ധി. കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കുമാരൻ മാസ്റ്റർ ആണ്. കെ കുമാരൻ മാസ്റ്റർ ആണ് മയ്യഴി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. കെ കുമാരൻ മാസ്റ്റർ ആണ് മയ്യഴി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി. തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി ശ്രീ നാരായണ ഗുരു. ശ്രീ നാരായണ ഗുരുവാണ് തപാൽ സ്റ്റാമ്പില് അച്ചടിച്ച ആദ്യ മലയാളി. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന വചനത്തിന്റെ വക്താവ് ആരാണ്? ശ്രീ നാരായണ ഗുരുവാണ് അല്ലെ. ശ്രീ നാരായണ ഗുരുവിന്റെ ഏതെങ്കിലും ഒരു വചനങ്ങൾ ഇതുപോലെ ചോദിക്കാം. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. അദ്ദേഹത്തിന്റെ മറ്റു വചനങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സില്? മറ്റു വചനങ്ങൾ ഏതൊക്കെയാണ്? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കഴിക്കരുത്. വിദ്യ കൊണ്ട് എന്താണ്? പ്രബുദ്ധരാവുക. സംഘടന കൊണ്ട് ശക്തരാവുക. ഓരോരുത്തര വചനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഒരു ജാതി ഒരു മതം എന്ന വചനത്തിന്റെ വക്താവ് സംഘപരിഷ്കർത്താവ് ആരാണ്? ശ്രീ നാരായണ ഗുരുവാണ്. അതുപോലെ തന്നെ ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു വചനമാണ് ജാതി ഒന്ന്, കുലമൊന്ന്, മതമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്ന വചനത്തിന്റെ വക്താവ് ആരാണ്? ജാതി ഒന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, മതമൊന്ന്, ലോകമൊന്ന് എന്ന വചനത്തിന്റെ വക്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികളാണ് ജാതി ഒന്ന്, കുലമൊന്ന്, മതമൊന്ന്, ദൈവമൊന്ന്, ലോകമെന്ന ആ വചനത്തിന്റെ വക്താവായി അറിയപ്പെടുന്നു. നെക്സ്റ്റ് ചോദ്യം. സ്വദേശാഭിമാനി പിള്ളയെ നാടുകടത്തിയ വർഷം. സ്വദേശാഭിമാനി പിള്ളയെ നാടുകടത്തിയ വർഷം ഏതാണ്? 1910. 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയത്. അടുത്ത ചോദ്യം. വി ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയുടെ പേര്.
VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയുടെ പേര്? കണ്ണീരും കിനാവും. കണ്ണീരും കിനാവും. കണ്ണീരും കിനാവുമാണ് VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയുടെ പേര്. നമ്മളിന്ന് കുറച്ച് ചോദ്യങ്ങളിലൂടെ മാത്രമാണ് ഇന്ന് പോകുന്നത്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ പ്രക്ഷോഭം ഏതാണ്? തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം ഏതാണ്? 1932 നിവർത്തന പ്രക്ഷോഭം. 1932 നിവർത്തന പ്രക്ഷോഭമാണ് PSCയുടെ രൂപീകരണത്തിന് കാരണമായത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ് കേട്ടോ. ഏത് വർഷമാണത്? 1936 PSCയുടെ രൂപീകരണം. പബ്ലിക് സർവീസ് രൂപീകരിച്ചത് 1936. നിവർത്തന പ്രക്ഷോഭം എന്നാണ് 1932. നിവർത്തന പ്രക്ഷോഭം 1932. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്താണ് തപാൽ സ്റ്റാമ്പില് ആദ്യം അച്ചടിച്ചു വന്ന മലയാളി ആരാണെന്ന് പറഞ്ഞല്ലേ? ശ്രീനാരായണ ഗുരുവാണ്. ഇനി തപാൽ സ്റ്റാമ്പില് ആദ്യം പ്രത്യക്ഷപ്പെട്ട വനിത ആരാണ്? തപാൽ സ്റ്റാമ്പില് പ്രത്യക്ഷപ്പെട്ട തപാൽ സ്റ്റാമ്പില് അച്ചടിച്ചു വന്ന വനിത ആരാണ്? ആരായിരുന്നു? അൽഫോൻസാമ്മയാണ് കേട്ടോ. അൽഫോൻസാമ്മയാണ് തപാൽ സ്റ്റാമ്പില് അച്ചടിച്ചു വന്ന ആദ്യ മലയാളി വനിത. അൽഫോൻസാമ്മ കേട്ടോ. അൽഫോൻസാമ്മയാണ് തപാൽ സ്റ്റാമ്പില് അച്ചടിച്ചു വന്ന ആദ്യ വനിത. മലയാളി വനിതയാണ് അൽഫോൻസാമ്മ. ഓക്കെ, ആലപ്പുഴ പട്ടണത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് ആരാണ്? ആലപ്പുഴ പട്ടണത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? രാജ കേശവദാസാണ്. രാജ കേശവദാസാണ്. ആലപ്പുഴ പട്ടണത്തിന്റെ സ്ഥാപകനായി കണക്കാക്കുന്നത് രാജ കേശവദാസാണ്. രാജ കേശവദാസാണ് ആലപ്പുഴ പട്ടണത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത്. തിരുവനന്തപുരത്തെ ചാലക്കമ്പോളത്തിന്റെ സ്ഥാപകൻ ആരാണ്? തിരുവനന്തപുരത്തെ ചാലക്കമ്പോളത്തിന്റെയും സ്ഥാപകൻ ആരാണ്? രാജ കേശവദാസ് ആണ്. ചാലക്കമ്പോളം, തിരുവനന്തപുരം, കേശവദാസ്. കണ്ടോ? ഇനി അടുത്ത ചോദ്യം, ഡച്ചുകാർ പണി കഴിപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും പഴയ കൊട്ടാരം ഏതാണ്? ഡച്ചുകാർ പണി കഴിപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും പഴയ കൊട്ടാരം ഏതാണ്? ഏത് കൊട്ടാരമാണ്? ബോൾഗാട്ടി പാലസ്. ബോൾഗാട്ടി പാലസ് ആണ് ഡച്ചുകാര് ഇന്ത്യയിൽ പണി കഴിപ്പിച്ച ഏറ്റവും പഴയ കൊട്ടാരം. ഏതാണ്? ബോൾഗാട്ടി പാലസ് ആണ്. ആരാണ് പണിയെടുപ്പിച്ചത്? ഡച്ചുകാരാണ് കേട്ടോ. ഡച്ചുകാർ പണിയെടുപ്പിച്ച ഏറ്റവും പഴയ കൊട്ടാരമാണിത്, ബോൾഗാട്ടി പാലസ്. ബോൾഗാട്ടി പാലസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് ബോൾഗാട്ടി പാലസ്? എറണാകുളം ജില്ലയിലെ വൈപ്പിനിയാണ് അല്ലെ? എറണാകുളം ജില്ലയിലെ വൈപ്പിനിയാണ് ബോൾഗാട്ടി പാലസ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, രവീന്ദ്രനാഥ് ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം? രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം? രവീന്ദ്രനാഥ് ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷമാണ് 1922. 1922 ശ്രീനാരായണ ഗുരുവിനെ രവീന്ദ്രനാഥോട് സന്ദർശിച്ചത്. അടുത്ത ചോദ്യം, തൃശൂർ നഗരത്തിന്റെ ശില്പിയായി അറിയപ്പെടുന്നത് ആരാണ്?
തൃശൂർ നഗരത്തിന്റെ ശില്പിയായി അറിയപ്പെടുന്നത് ആരാണ്? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. ആരാണ് തൃശൂർ ജില്ലയുടെ നഗരത്തിന്റെ ശില്പിയായി അറിയപ്പെടുന്നത്? ശക്തൻ തമ്പുരാൻ അല്ലെ? ശക്തൻ തമ്പുരാനാണ് തൃശൂർ നഗരത്തിന്റെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത്. പുന്നപ്ര വയലാർ സമരത്തിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? പുന്നപ്ര വയലാർ സമരത്തിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? തുലാം 10 സമരം. തുലാം 10 സമരം എന്നറിയപ്പെടുന്നതാണ് എന്ത്? പുന്നപ്ര വയലാർ സമരം. ഏത് വർഷമാണ്? 1946. 1946 ഇത് പുന്നപ്ര വയലാർ സമരം. ഈ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ പറയുന്നത്. എന്താണ്? അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് തരം പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് പ്രക്ഷേപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. പുന്നപ്ര വയലാർ സമരം ഇതിന്റെ മുദ്രാവാക്യമാണ് എന്താണ്? അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിൽ. 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. തുലാം 10 എന്ന സമരം എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? വെരി ഗുഡ്. പെരുന്നയിലാണ് അല്ലെ? പെരുന്ന എവിടെയാണ്? കൊല്ലമല്ല കേട്ടോ, കോട്ടയം അല്ലേ? കോട്ടയം. പെരുന്ന കോട്ടയം അല്ലേ? യെസ്, കോട്ടയത്താണ് പെരുന്ന കേട്ടോ. അപ്പൊ എന്താണ്? നായർ സർവീസിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പെരുന്നയിലാണ് അല്ലെ? പെരുന്ന, കോട്ടയം ജില്ലയിൽ. ഇനി NSSന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? NSSന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? NSSന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് NSSന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നത്. NSSന്റെ ആദ്യ സെക്രട്ടറി പദം അലങ്കരിച്ചിരുന്നത് ആരാണ്? NSSന്റെ ആദ്യ സെക്രട്ടറി പദം അലങ്കരിച്ചിരുന്നത് ആരാണ്? തെറ്റിപ്പോയി. എന്താണ്? NSSന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? കെ കേളപ്പനാണ് കേട്ടോ. കെ കേളപ്പൻ. സെക്രട്ടറി ആയിരുന്നു ആര്? മന്നത്ത് പത്മനാഭൻ കേട്ടോ. മാറിപ്പോകുന്നോട്. പ്രസിഡന്റ് ആയിരുന്നത് ആരായിരുന്നു? കെ കേളപ്പനും സെക്രട്ടറി ആയിരുന്നു ആര്? മന്നത്ത് പത്മനാഭൻ. ശ്രദ്ധിക്കണം കേട്ടോ. മന്നത്ത് പത്മനാഭനായിരുന്നു NSSന്റെ സെക്രട്ടറി ആയിരുന്നത്. ആദ്യ പ്രസിഡന്റ് ആയിരുന്നത് കെ കേളപ്പനാണ്. ഓക്കെ. കയ്യൂർ സമരം ഏത് വർഷമാണ്? കയ്യൂർ സമരം 1941 കാസർഗോഡ്. കയ്യൂർ സമരം 1941 എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. കയ്യൂർ സമരം 1941 കാസർഗോഡ് ജില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തിരുവനന്തപുരത്തെ കുതിരമാളിക പണികഴിപ്പിച്ച ഭരണാധികാരി. തിരുവനന്തപുരത്തെ കുതിരമാളിക പണികഴിപ്പിച്ച ഭരണാധികാരി ആരായിരുന്നു? സ്വാതി തിരുനാൾ. സ്വാതി തിരുനാൾ. തിരുവനന്തപുരത്തെ കുതിരമാളിക പണികഴിപ്പിച്ച ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. സുരഭി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ചോദ്യം പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആൻസറോട് വരുന്നുണ്ട്. വെരി ഗുഡ് കേട്ടോ. നന്നായിട്ട് പഠിക്കാം. തിരുവനന്തപുരത്തെ കുതിരമാളിക പണികഴിപ്പിച്ച ഭരണാധികാരിയായിരുന്നു ആര്? സ്വാതി തിരുനാൾ. ഓക്കെ. അതാണ് നമുക്ക് ചോദ്യം കേൾക്കുന്നതിന് മുമ്പ് തന്നെ പൂർത്തിയാക്കുന്ന മുമ്പ് തന്നെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും.
പഠനത്തിലുള്ള ഇംപ്രൂവ്മെന്റ് ആണ് കാണിക്കുന്നത് കേട്ടോ. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തില് ആലുവയിലെ ഒരു സർവ സമ്മേളനം നടന്നിരുന്നു അല്ലെ. അത് നടന്ന വർഷം ഏതാണ്? സർവമത സമ്മേളനം നടന്ന വർഷം 1924. ഓക്കെ, 1924 എവിടെ വെച്ചിട്ടായിരുന്നു? ആലുവയിലെ. ആലുവയിലാണ് സർവമത സമ്മേളനം നടന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തില് ആലുവയിൽ വെച്ചിട്ടാണ് സർവമത സമ്മേളനം നടന്നത്. ഇവിടെ 3 കാര്യങ്ങൾ കിട്ടും അല്ലെ. ശ്രീനാരായണ ഗുരു, ആലുവ, സർവമത സമ്മേളനം 1924. ഇതെല്ലാം പോയിന്റ്സ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന പത്രാധിപൻ ആരാണ്? കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന പത്രാധിപൻ ആരാണ്? കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് കേരളൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പേര് നോട്ട് ചെയ്യുക, കേരളൻ. ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഓക്കെ, ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ബാക്കി നവോത്ഥാന നായകന്മാർ ആരൊക്കെയാണ്? നമ്മൾ എവിടം വരെയാണ് എടുത്തു തീർത്തത്? വീട്ടിൽ ഭട്ടതിരിപ്പാട് വരെയല്ലേ എടുത്തത്? ഇനി ആരൊക്കെ എടുക്കാനുണ്ട്? നിങ്ങളൊന്ന് പറഞ്ഞേ. പണ്ഡിറ്റ് KP കറുപ്പൻ എടുക്കാനുണ്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയില്ലേ? ഡോക്ടർ പൽപ്പ് എടുത്തിട്ടില്ല, എടുത്തല്ലേ? വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഡോക്ടർ പൽപ്പു, പിന്നെ ആരാണ്? കുമാരഗുരുദേവൻ, ചാവറാക്കുടി അച്ഛൻ എടുത്തില്ലല്ലോ. എടുത്തിട്ടില്ലല്ലോ, ഇല്ല. ഓക്കെ, അവരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അത് വന്നോട്ടെട്ടാ, കുഴപ്പമില്ല. ഇപ്പൊ അടുത്ത ക്ലാസ്സുകളിൽ എടുക്കുക. അപ്പൊ കേരളം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ഇനി മലബാറിൽ നടന്ന വാഗൻ ട്രാജഡി ദുരന്തം ഏത് വർഷമാണ്? മലബാറിൽ നടന്ന വാഗൻ ട്രാജഡി ദുരന്തം ഏത് വർഷമാണ്? 1921. ഓക്കെ, 1921 വാഗൻ ട്രാജഡി. ഇതിനെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. ഏത് പേരിലാണ്? പൂക്കോട്ടൂർ യുദ്ധം എന്നും അറിയപ്പെടുന്നത് എന്താണ്? വാഗൻ ട്രാജഡി തന്നെയാണ് കേട്ടോ. പൂക്കോട്ടൂർ യുദ്ധം എന്നും അറിയപ്പെടുന്നത് വാഗൻ ട്രാജഡി തന്നെയാണ്. 1921. ഓക്കെ, അയ്യൻകാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? അയ്യൻകാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1907 അല്ലെ. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. സഹോദരൻ അയ്യപ്പൻ സഹോദര സ്ഥാപനം സ്ഥാപിച്ച വർഷം ഏതാണ്? സഹോദരൻ അയ്യപ്പൻ സഹോദര സ്ഥാപനം സ്ഥാപിച്ച വർഷം എന്താണ്? 1917. 1917 സഹോദര സ്ഥാപനം. അദ്ദേഹം ആരാണ്? സഹോദരൻ അയ്യപ്പനാണത് സ്ഥാപിച്ചത്. ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. കേരളസിംഹം എന്നറിയപ്പെടുന്നത് അറിയാലോ, ആരാണ്? പഴശ്ശിരാജ. കേരളവർമ്മ പഴശ്ശിരാജയാണ് കേരളസിംഹം എന്ന പേരില് അറിയപ്പെടുന്നത്. കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് ആരാണ്? കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് ആരാണ്? നായർ സമാജം ആരാണ്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ്
എന്താ നായർ സമാജം സ്ഥാപിച്ചത്? മന്നത്ത് പത്മനാഭൻ. ഓക്കെ, അടുത്ത ചോദ്യം. അയ്യൻകാളിയുടെ ജന്മസ്ഥലം. അയ്യൻകാളിയുടെ ജന്മസ്ഥലം. അയ്യൻകാളിയുടെ ജന്മസ്ഥലം എവിടെയാണ്? അയ്യൻകാളി ജനിച്ചത് വെങ്ങാനൂരാണ്. വെങ്ങാനൂർ എവിടെയാണ്? വെങ്ങാനൂർ എവിടെയാണ്? തിരുവനന്തപുരം അല്ലേ? ഓക്കെ, തിരുവനന്തപുരം വെങ്ങാനൂരിലാണ് അയ്യൻകാളി ജനിച്ചത്. ആനന്ദജാതി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആനന്ദജാതി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദജാതി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗി. സഹോദരൻ അയ്യപ്പൻ രൂപം നൽകിയ സാംസ്കാരിക സംഘടന ഏതാണ്? സഹോദരൻ അയ്യപ്പൻ രൂപം നൽകിയ സാംസ്കാരിക സംഘടന ഏതാണ്? ഏത് സംഘടനയ്ക്കാണ് അദ്ദേഹം രൂപം നൽകിയത്? സാംസ്കാരിക സംഘടന. നോക്കണേ, സാംസ്കാരിക സംഘടന, സഹോദര സ്ഥാപനമല്ല, സാംസ്കാരിക സംഘടന നമുക്ക് പ്രത്യേകം പഠിച്ചിരുന്നതാണ്. ഏതാണ്? വിദ്യാപോഷിണി. മറന്നുപോയോ? വിദ്യാപോഷിണി. സഹോദര സ്ഥാപനം മാത്രമല്ല, അദ്ദേഹം ഒരു സാംസ്കാരിക സംഘടനയ്ക്കും കൂടി സ്ഥാപിക്കുകയുണ്ട്. അതിന്റെ പേരാണ് എന്ത്? വിദ്യാപോഷിണി. ശ്രദ്ധിക്കണേ, വിട്ടുപോകരുത്. വിദ്യാപോഷിണി ആരാണ് സ്ഥാപിച്ചത്? അതൊരു സാംസ്കാരിക സംഘടനയാണ്. സഹോദരൻ അയ്യപ്പനാണ് സ്ഥാപിച്ചത് കേട്ടോ. ഓക്കെ, വിട്ടുപോകരുത്. സഹോദരൻ അയ്യപ്പൻ സഹോദര സ്ഥാപനം മാത്രമല്ല, വിദ്യാപോഷിണി എന്നൊരു സാംസ്കാരിക സംഘടനയ്ക്കും കൂടിയിട്ട് രൂപം നൽകിയിട്ടുണ്ട്. നോട്ട് ചെയ്യുക. ഓക്കെ, സൗന്ദര്യലഹരി ആരുടെ കൃതിയാണ്? സൗന്ദര്യലഹരി ആരുടെ കൃതിയാണ്? സൗന്ദര്യലഹരി ആരുടെ കൃതിയാണ്? ശ്രീ ശങ്കരാചാര്യർ. സൗന്ദര്യലഹരി ശ്രീ ശങ്കരാചാര്യരുടെ കൃതിയാണ്. സൗന്ദര്യലഹരി ശ്രീ ശങ്കരാചാര്യരുടെ കൃതിയാണ്. സൗന്ദര്യലഹരി ശ്രീ ശങ്കരാചാര്യർ. ക്ലിയർ ആണോ? സൗന്ദര്യലഹരി ആരാണ്? ശ്രീ ശങ്കരാചാര്യർ. SNDPയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സുപ്രധാന കവി ആരായിരുന്നു? SNDPയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സുപ്രസിദ്ധ കവി ആരായിരുന്നു? SNDPയുടെ നേതൃത്വത്തിൽ ഒരു കവി ഉണ്ടായിരുന്നു. ആരാണ്? കുമാരനാശാൻ അല്ലെ? കുമാരനാശാനായിരുന്നു എന്ത്? SNDPയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന പ്രസിദ്ധനായ ഒരു കവി. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ SNDPയുമായി ബന്ധപ്പെട്ട് വന്ന പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകളൊന്നും നിങ്ങൾ മെൻഷൻ ചെയ്തേ. SNDPയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു? ആരൊക്കെ വരുന്നുണ്ട്? SNDPയുമായി ബന്ധപ്പെട്ട് ആരൊക്കെ വരുന്നുണ്ട്? ശ്രീനാരായണ ഗുരു. പിന്നെ ആരൊക്കെയാണ്? ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, മൂന്ന് പേരാണോ വരുന്നത്? ഇനി ആരെങ്കിലും ഉണ്ടോ? ശ്രീനാരായണ ഗുരു, ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ. ഇനി ആരെങ്കിലും ഉണ്ടോ? SNDPയുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും ഉണ്ടോ ഇനി? ഇപ്പൊ ഇവരാണെന്ത്? പ്രധാനപ്പെട്ട SNDPയുമായി വരുന്ന പ്രധാനപ്പെട്ട നേതാക്കള് അല്ലെ? ഓരോ ഓർത്ത് വെക്കുക കേട്ടോ.
ഇനി ഹരിജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവാരായിരുന്നു? ഹരിജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവാരായിരുന്നു? അയ്യൻകാളി അല്ലെ? ഹരിജനങ്ങളും സ്വാതന്ത്ര്യ എന്താണ് സഞ്ചാര സ്വാതന്ത്ര്യം എന്നൊക്കെ കേട്ടാൽ തന്നെ ആരാണെന്ന് പെട്ടെന്ന് മനസ്സിലാകും. അയ്യൻകാളിയാണെന്ന് പെട്ടെന്ന് തന്നെ വ്യക്തമാകും. ഓക്കെ, ഹരിജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കാൻ വേണ്ടിയിട്ട് പ്രക്ഷോഭം നയിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആര്? അയ്യൻകാളി. ഓക്കെ, അടുത്തത് മന്നത്ത് പത്മനാഭൻ രൂപീകരിച്ച പാർട്ടി ഏതാണ്? മന്നത്ത് പത്മനാഭൻ രൂപീകരിച്ച പാർട്ടി ഏതാണ്? അതിലൊരു പാർട്ടിക്ക് രൂപം നൽകുകയുണ്ടായി. ഏത് പാർട്ടിയാണ് അദ്ദേഹം രൂപം നൽകിയത്? ഏത് പാർട്ടിക്കാണ്? ഏത് പാർട്ടിക്കാണ്? ഡെമോക്രാറ്റിക് കോൺഗ്രസ്. ഡെമോക്രാറ്റിക് കോൺഗ്രസ് എന്ന പാർട്ടിക്കാണ് മന്നത്ത് പത്മനാഭൻ രൂപം നൽകിയത്. നോട്ട് ചെയ്യുക. മന്നത്ത് പത്മനാഭൻ രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ്. ഡെമോക്രാറ്റിക് കോൺഗ്രസ്. അടുത്ത ചോദ്യം, ചട്ടമ്പി സ്വാമികൾ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തിയ കേരളീയ സമുദായം ഏതാണ്? ചട്ടമ്പി സ്വാമികള് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായമായിരുന്നു എന്ത്? നായർ സമുദായം. ഇതാണ് നായർ സമുദായത്തിലാണ് ചട്ടമ്പി സ്വാമികള് പരിഷ്കരണങ്ങള് നടത്തിയത്. അടുത്ത ചോദ്യം, എന്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? എന്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? എന്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭന്റെയാണ് എന്റെ ജീവിത സ്മരണകൾ. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാട് കേട്ടോ. VT ഭട്ടതിരിപ്പാടിന്റെയാണ് കണ്ണീരും കിനാവും. എന്റെ ജീവിത സ്മരണകള് ആരാണ്? മന്നത്ത് പത്മനാഭൻ. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? ആരാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപരായിട്ട് അറിയപ്പെട്ടിരുന്നത്? CP ഗോവിന്ദൻ പിള്ളയാണ്. CP ഗോവിന്ദൻ പിള്ളയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപനായിട്ട് അറിയപ്പെട്ടിരുന്നത്. ആദ്യ പത്രാധിപൻ ആരായിരുന്നു? CP ഗോവിന്ദൻ പിള്ളയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപൻ. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം എവിടെയാണ്? ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം എവിടെയാണ്? കാലടി. കാലടിയിലാണ് ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം. വൈക്കം സത്യാഗ്രഹം ഏതു വർഷമായിരുന്നു? വൈക്കം സത്യാഗ്രഹം ഏതു വർഷമായിരുന്നു? 1924 വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹം. ഓക്കെ, മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തതാര്? മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തതാരാണ്? ആരാണ്? GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? GP പിള്ളയാണ്. GP പിള്ള. മറക്കുടയ്ക്കുള്ളിലെ മഹാനഗരം ആരുടെയാണത്? മറക്കുടയ്ക്കുള്ളിലെ മഹാനഗരം
MRB കേട്ടോ, MRBയുടെ ആണ്. മറക്കിടക്കുള്ളിലെ മഹാനഗരം. ഋതുമതി, ഋതുമതി എന്ന നാടകത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഋതുമതി എന്ന നാടകത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഋതുമതി എന്ന നാടകത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? MP ഭട്ടതിരിപ്പാട്. MP ഭട്ടതിരിപ്പാടാണ് ഋതുമതി എന്ന നാടകത്തിന്റെ ഉപജ്ഞാതാവ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആരാണ് അപ്പോൾ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്. ആ 3 നാടകത്രയം നിങ്ങൾ ഓർത്തു വെക്കുക. മറക്കുടക്കുള്ളിലെ മഹാനരകം, MRB, ഋതുമതി, MP ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്. ഇത് ഓർത്തു വെക്കുക കേട്ടോ. SNDPയുടെ ആദ്യ പേര് എന്തായിരുന്നു? SNDPയുടെ ആദ്യ പേര് എന്തായിരുന്നു? SNDPയുടെ ആദ്യ പേര് ഏതാണ് നമ്മൾ പഠിച്ചത്? വാവൂട്ട് യോഗം അല്ലെ? വാവൂട്ട് യോഗം എന്നത് SNDPയുടെ ആദ്യകാല പേരായിരുന്നു. വാവൂട്ട് യോഗം. ഓക്കെ. എന്നാണ് അത് സ്ഥാപിതമായത്? 1903 മെയ് 15 കേട്ടോ. 1903 മെയ് 15 SNDP സ്ഥാപിതമായത്. ആദ്യകാല നാമം വാവൂട്ട് യോഗം എന്ന പേരിലാണിത് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ഓക്കെ. ആറ്റിങ്ങൽ കലാപം 1721. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവിന്റെ വീട്ടുപേര് എന്തായിരുന്നു? ശ്രീനാരായണ ഗുരുവിന്റെ വീട്ടുപേര് എന്തായിരുന്നു? ഏത് പേരാണ് നമ്മൾ പഠിച്ചത്? വയൽവാരത്ത് വീട്ടിൽ അല്ലെ? വയൽവാരത്ത് വീട്. ശ്രീനാരായണ ഗുരുവിന്റെ തറവാട് നാമമാണ് വയൽവാരത്ത് വീട്. ഓക്കെ. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ജന്മസ്ഥലം ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തി. ഓക്കെ. വീട്ടുപേര് വയൽവാരത്ത് വീട്ടിൽ. ഓക്കെ. പൊതുനിരത്തുകളിലൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വഴി നടക്കുന്നതിന് വേണ്ടി നടത്തിയ സമരം ഏതായിരുന്നു? പൊതുനിരത്തിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് വഴി നടക്കുന്നതിന് വേണ്ടി, അതായത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടന്ന പ്രക്ഷോഭമായിരുന്നു ഏത്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹമാണ് പൊതുനിരത്തിലൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വഴി നടത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ സമരം വൈക്കം സത്യാഗ്രഹമായിരുന്നു. ഓക്കെ. പുലയ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ്? പുലയ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യൻകാളി. അയ്യൻകാളിയാണ് പുലയ സമുദായത്തിന് വേണ്ടിയിട്ട് പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ഓക്കെ. ഈ ചോദ്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? നോട്ട് ചെയ്തെടുത്തോ ചോദ്യങ്ങൾ? ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പൊ ചോദ്യങ്ങൾ അത്രയേ ഉള്ളൂ. ആ ചോദ്യങ്ങൾ നന്നായിട്ട് വായിക്കുക, പഠിക്കുക. ഞാൻ ഒബ്ജക്റ്റീവ് ടൈപ്പിലാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ.
ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനെ കുറിച്ചിട്ടാണ്. പൊയ്കയിൽ ശ്രീ കുമാരദേവനെ കുറിച്ചിട്ടാണ്. കുമാര ഗുരുദേവൻ ആരായിരുന്നു? അദ്ദേഹം ശ്രീ കുമാര ഗുരുദേവൻ ആരായിരുന്നു? അദ്ദേഹം എന്താണ്? സംഖ്യ പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. ആര്? ശ്രീ പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. ഓക്കെ. അദ്ദേഹം ഇരവി പേരൂർ, തിരുവല്ലയിലുള്ള ഇരവി പേരൂരാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഇരവി പേരൂരിലാണ് ജനിച്ചത്. ഇരവി പേരൂർ എവിടെയാണ്? തിരുവല്ലയിലാണ് കേട്ടോ. തിരുവല്ലയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ആശയങ്ങൾ പ്രചരിപ്പിച്ച നവോത്ഥാന നായകനായിരുന്നു ആര്? ശ്രീ പൊയ്കയിൽ കുമാര ഗുരുദേവൻ കേട്ടോ. പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ ആശയങ്ങള് പാട്ടിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയുമാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റ് സംഘ പരിഷ്കർത്താക്കളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതാണ് എന്ത്? അദ്ദേഹം പാട്ടുകളിലൂടെയും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളിലൂടെയുമാണ് അദ്ദേഹം തന്റെ ആശയങ്ങള് സമൂഹത്തില് പ്രചരിപ്പിച്ചത്. ഇദ്ദേഹം പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലും ഇദ്ദേഹം അറിയപ്പെടുന്നു. ഓക്കെ. ഇദ്ദേഹം സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ. ആരാണ്? പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ സ്ഥാപിച്ച സംഘടനയാണെന്ന് പ്രത്യക്ഷ ദേവസഭ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ. ശ്രദ്ധിക്കണേ, പ്രത്യക്ഷ രക്ഷാ ദേവസഭ ആരാണ് സ്ഥാപിച്ചത്? കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ. ഇദ്ദേഹം 2 തവണയാണ് ശ്രീമൂലം പ്രജാസഭയില് അംഗമായിരുന്നത്. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ 2 തവണയാണ് ശ്രീമൂലം പ്രജാസഭയില് അംഗമായിരുന്നത്. അപ്പോ ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായിരുന്ന മറ്റൊരു സംഘ പരിഷ്കർത്താവ് കൂടിയാണ് ആര്? ശ്രീ കുമാര ഗുരുദേവൻ. ഓക്കെ. അദ്ദേഹം സ്ഥാപിച്ച സംഘടനയുടെ പേരാണെന്ത്? പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രകടിപ്പിച്ചത് എന്തിലൂടെയായിരുന്നു? പാട്ടിലൂടെയും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളിലൂടെയുമാണ് അദ്ദേഹം തന്റെ ആശയങ്ങള് പ്രചരിപ്പിച്ചിരുന്നത്. ഇനി അദ്ദേഹം അന്തസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അന്തസ്ഥിതരുടെ വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. അന്തസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ചു. അറിവിനെയും ആത്മീയതയെയും കൊണ്ട് യോജിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിന്റെ ആശയങ്ങള് അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നത്. ആർക്ക് വേണ്ടിയിട്ട്? അന്തസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അത്തരത്തിലുള്ളൊരു പരിഷ്കർത്താവായിരുന്നു ആര്? ശ്രീ കുമാര ഗുരുദേവൻ. അദ്ദേഹം പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഓക്കെ. എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയായിരുന്നു? തിരുവല്ലയിലുള്ള ഇരവി പേരൂരിലാണ് അദ്ദേഹം ജനിച്ചത്. തിരുവല്ലയിലുള്ള ഇരവി പേരൂരിലാണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത? പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയുമാണ് അദ്ദേഹത്തിന്റെ തന്റെ ആശയങ്ങള് സമൂഹത്തില് പ്രചരിപ്പിച്ചിരുന്നത്. അപ്പൊ അവിടെ ഒരു ചോദ്യം വരാം. പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ആശയങ്ങൾ പ്രചരിപ്പിച്ച നവോത്ഥാന നായകനാണ് ആര്? പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. അദ്ദേഹം സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ. PRDS എന്ന് ഉദ്ദേശിക്കുന്നത് പ്രത്യക്ഷ രക്ഷാ ദേവസഭയാണോ സുരഭി? ഓക്കെ. ഇനി
ഇദ്ദേഹം യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് നിരവധി യുദ്ധങ്ങളിൽ ഇദ്ദേഹത്തിന്റെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. യുദ്ധവിരുദ്ധ ജാഥ. അതായത് ഒന്നാം ലോക യുദ്ധകാലത്ത് ശ്രീ കുമാരഗുരുദേവന്റെ നേതൃത്വത്തിലെ ഒരു യുദ്ധവിരുദ്ധ ജാഥ നടന്നിരുന്നു. അത് എവിടം മുതൽ എവിടം വരെയാണ്? മാരംകുളം മുതല് കുളത്തൂർ കുന്ന് വരെയാണ്. യുദ്ധവിരുദ്ധ ജാഥ മാരംകുളം മുതല് എവിടെ വരെയാണ്? കുളത്തൂർ കുന്ന് വരെയാണ് യുദ്ധവിരുദ്ധ ജാഥ. ഇവിടെ മുതൽ എവിടം വരെയാണ്? മാരംകുളം മുതല് കുളത്തൂർ കുന്ന്. യുദ്ധവിരുദ്ധ ജാഥ മാരംകുളം കുളത്തൂർ കുന്ന്. യുദ്ധവിരുദ്ധ ജാഥയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? സമാധാനം ലോകത്തിന് സമാധാനം. യുദ്ധവിരുദ്ധ ജാഥയുടെ മുദ്രാവാക്യമാണ് സമാധാനം ലോകത്തിന് സമാധാനം എന്ന് പറയുന്നത്. ഓക്കെ. എന്നാൽ ഈ യുദ്ധവിരുദ്ധ ജാഥയ്ക്ക് ശേഷം ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. യുദ്ധവിരുദ്ധ ജാഥയെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായ നീക്കമായി വ്യാഖ്യാനിക്കുക വഴി എന്താണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്താണ്? യുദ്ധവിരുദ്ധ ജാഥ ബ്രിട്ടീഷുകാർക്ക് എതിരെയുള്ളൊരു നീക്കമായിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി. അപ്പൊ ഏത് ജാഥയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താ പറയാ? യുദ്ധവിരുദ്ധ ജാഥയുമായിട്ടാണ് ശ്രീ കുമാരഗുരുദേവൻ അറസ്റ്റിലാക്കപ്പെട്ടത്. ഓക്കെ. അദ്ദേഹം അതിനൊരു മുദ്രാവാക്യം ഉയർത്തിയിരുന്നു. എന്തായിരുന്നു? സമാധാനം ലോകത്തിന് സമാധാനം. ഇത് മാരംകുളം മുതല് കുളത്തൂർ കുന്ന് വരെയാണ് അദ്ദേഹം യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത്. ഓക്കെ. അടുത്തതാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അതേപോലെ ബന്ധപ്പെട്ട ബേസിക് പോയിന്റ്സുകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് കേട്ടോ. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇദ്ദേഹം നിരവധി അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ അദ്ദേഹം പോരാടുകയുണ്ടായി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകി. അദ്ദേഹം പ്രോത്സാഹനം നൽകി. സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു. ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഇതാണ് ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പഠനത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ആദ്യം എന്താണ് പറയുന്നത്? അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്ക് എതിരെ പോരാടിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു. ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെ അദ്ദേഹം പ്രോത്സാഹിക്കുകയുണ്ടായി. ഇനി വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതിന്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പലവിധ സംഘടനകളെയും ബോധവൽക്കരിച്ചു. വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വക്കം അബ്ദുൽ ഖാദർ മൗലവി സംഘടനകളെ ബോധവൽക്കരിച്ചു. വിദ്യാഭ്യാസത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് അദ്ദേഹം എന്താണ് ബോധവൽക്കരണം കൂടുതലായി നടത്തിയിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസത്തിന് കൂടുതൽ മുൻതൂക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കാര്യമായ രീതിയിൽ തന്നെ അദ്ദേഹം പ്രയത്നിച്ചിരുന്നു. അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങളും ബോധവൽക്കരണങ്ങളും ഒക്കെ അദ്ദേഹം നടത്തിയിരുന്നു. ഇനി ഏതെല്ലാം ഭാഷകളിലായിരുന്നു അദ്ദേഹത്തിന് പാണ്ഡിത്യം ഉണ്ടായിരുന്നത്? മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ തുടങ്ങിയ ഭാഷകളില്
പാണ്ഡിത്യം ഉണ്ടായിരുന്ന നവോത്ഥാന നായകനാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഏതൊക്കെ ഭാഷകളാണ്? മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ. മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ എന്നീ ഭാഷകളിലെ പാണ്ഡിത്യം ഉണ്ടായിരുന്ന നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി നമ്മുടെ കൊടുങ്ങല്ലൂർ സ്ഥാപിതമായ മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായി മൗലവി സഹകരിച്ചു പ്രവർത്തിച്ചിരുന്നു. കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘം. മുസ്ലിം ഐക്യ സംഘം എവിടെയാണ്? കൊടുങ്ങല്ലൂരിലാണ് അല്ലെ. അപ്പൊ കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായി മൗലവി സഹകരിച്ചു പ്രവർത്തിച്ചിരുന്ന ഒരു നവോത്ഥാന നായകനായിരുന്നു. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായിട്ടും അറിയപ്പെടുന്നത്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മാസികകളാണ് ഏതൊക്കെയാണ്? മുസ്ലിം, അൽ ഇസ്ലാം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മാസികകളാണ് ഏതൊക്കെയാണ്? മുസ്ലിം, അൽ ഇസ്ലാം. മുസ്ലിം, അൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മാസികകളാണ്. വക്കം അബ്ദുൽ ഖാദറിന്റെ പ്രധാനപ്പെട്ട മാസികകളാണ് എന്ത്? മുസ്ലിം, അൽ ഇസ്ലാം. കേട്ടോ, മുസ്ലിം, അൽ ഇസ്ലാം. അപ്പൊ ഏതെല്ലാം കാര്യങ്ങളിലാണ് ഏതെല്ലാം രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്? ഏതെല്ലാം കാര്യങ്ങൾക്കായിരുന്നു? ഏതെല്ലാം കാര്യങ്ങൾക്കാണ്? അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി അല്ലെ. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് കൂടുതൽ പിന്തുണ നൽകിയ പരിഷ്കർത്താവായിരുന്നു ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര പരിഗണനയും അതിന്റെ പ്രോത്സാഹനവും അദ്ദേഹം നൽകി. സ്ത്രീ വിദ്യാഭ്യാസത്തിന് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു അല്ലെ. എന്റെ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണെങ്കിൽ കൂടി എന്നാണ് അദ്ദേഹം അവർക്ക് വേണ്ട എഡ്യൂക്കേഷനുള്ള അവസരങ്ങൾ അദ്ദേഹം നൽകിയിരുന്നു, പോഷിപ്പിക്കുകയുണ്ടായി. സമുദായത്തിൽ മാത്രമല്ല മറ്റ് വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും അദ്ദേഹം ഇമ്പോർട്ടൻസ് നൽകുകയുണ്ടായി. അതിന് കൂടുതൽ പിന്തുണയും അദ്ദേഹം കൊടുക്കുകയുണ്ടായി. ഇനി ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളെ അദ്ദേഹം പഠനവുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ശാസ്ത്രവും അതുപോലെ തന്നെ കല എന്നീ വിഷയങ്ങളിലൂടെ പഠനമാണ് അദ്ദേഹം കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്. ഓക്കെ, പഠനത്തോടൊപ്പം തന്നെ അതിൽ എന്ത് കൂട്ടിച്ചേർക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്? ശാസ്ത്രം, കല എന്നിവയും കൂടി അതില് കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പഠനത്തെയാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നത്. വിദ്യാഭ്യാസം പ്രചരിക്കുന്നതിന് വേണ്ടിയായിട്ട് അദ്ദേഹം നിരവധി സംഘടനകളെ ബോധവൽക്കരിപ്പിച്ചു. വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനകളെ അദ്ദേഹം ബോധവൽക്കരിപ്പിച്ചു. മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ തുടങ്ങിയ ഭാഷകളില് പാണ്ഡിത്യം ഉണ്ടായിരുന്ന നവോത്ഥാന നായകൻ. മലയാളം, ഉറുദു, അറബി, സംസ്കൃതം, പേർഷ്യൻ എന്നീ ഭാഷകളില് പ്രാവീണ്യം ഉണ്ടായിരുന്ന പണ്ഡിതനായിരുന്ന സാഹിത്യ പരിഷ്കർത്താവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. മുഖ്യ ക്വസ്റ്റ്യൻസിലും അദ്ദേഹത്തിനെ കുറിച്ച് ചോദിക്കുന്നത് എന്തായിരുന്നു? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ എന്ന ചോദ്യമാണ് നിരവധി പ്രീവിയസ് ക്വസ്റ്റ്യൻസുകള് കണ്ടുവരുന്നത് അല്ലെ. അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ട് വരുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണെന്ത്? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മാസികകൾ ഏതാണ് പറഞ്ഞത്? ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മാസികകള്? ഏതൊക്കെയാണ്? മുസ്ലിം, പിന്നെ ഏതാണ്? അൽ ഇസ്ലാം. മുസ്ലിം, അൽ ഇസ്ലാം ആണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മാസികകളിൽ വരുന്നത്. ഓക്കെ,
ശ്രീ പൊയ്കയിൽ കുമാര ഗുരുദേവനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി വരുന്നത് ആരൊക്കെയാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ അല്ലെ? പണ്ഡിറ്റ് കെ പി കറുപ്പൻ വരുന്നുണ്ട്. പിന്നെ ആരെയാണ്? ഡോക്ടർ പൽപ്പു അല്ലെ? അവർ രണ്ടവരല്ലേ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്? ഡോക്ടർ പൽപ്പു, ചാവറാജ്. ഓക്കെ. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഏകദേശം കേരള നവോത്ഥാനമായി ഏകദേശം നന്നായിട്ട് ക്വസ്റ്റ്യൻസുകൾ പരിചയപ്പെട്ട് ഒരുവിധം പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കേരള നവോത്ഥാനത്തിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ റെഡി ആയിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗം റഫീഖ് സാർ കംപ്ലീറ്റ് ആക്കിയെന്നാണ് നിങ്ങൾ പറഞ്ഞത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗം നമ്മുടെ സിലബസിലെ സിലബസിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗം കംപ്ലീറ്റ് ചെയ്തതാണോ? അതിന്റെ ക്വസ്റ്റ്യൻസ് സാർ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. ഇനി കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏതെങ്കിലും ഭാഗം, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് തീരാനായിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് കംപ്ലീറ്റഡ് ആണോ? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാട്ടോ. ക്വസ്റ്റ്യന്റെ പഞ്ചായത്ത് രാജ് വരെ സാർ എടുത്തു. ബാക്കി കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നാണ് ചോദിച്ചത്. റിട്സുകളൊക്കെ നോക്കിയ സാറ് ഇനിയും എടുക്കാനുണ്ട്. കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ഓക്കെ. ഇനി കേരള ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് കേരള നവോത്ഥാനം മാറ്റി നിർത്തിയിട്ട് ബാക്കി ഏതെല്ലാം ഭാഗങ്ങളാണ് എടുക്കാനുള്ളത്? ഏതെങ്കിലും ഒരു 2 ടോപ്പിക്സുകളൊന്ന് പറഞ്ഞേ. കേരള നവോത്ഥാനം ഒക്കെ അത് കഴിഞ്ഞ ശേഷം ഏതാണ് നിങ്ങൾക്ക് ഇനി തീരാനുള്ളത് അല്ലെങ്കിൽ എടുക്കാത്തത് ഇവിടെ? ഓൾമോസ്റ്റ് സിലബസ് അപ്പോൾ എല്ലാം കഴിഞ്ഞു നിങ്ങളുടെ? ഞാൻ ഇടയ്ക്ക് വന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്, അറിയില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കാണ് ഇവിടം വരെ ഏത് ഭാഗങ്ങൾ എടുത്തു എന്നുള്ളത് അറിയാൻ പറ്റുന്നത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നോ റെസ്പോൺസ്. നൗസ്യ ആദ്യം മുതലേ ഉള്ളായിരുന്നു. അപ്പൊ നൗസ്യക്ക് അതിനെ കുറിച്ച് അറിയില്ല അല്ലേ? ഞാൻ ചോദിച്ചത് സാറ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ആക്കാവുന്ന രീതിയിലാണ് ചോദിച്ചത്. ഇല്ല സാറില്ല, നമുക്ക് കേരള നവോത്ഥാനം തന്നെ കണ്ടിന്യൂ ചെയ്യാം. 1-2 നവോത്ഥാന നായകന്മാരല്ലേ, അത് കഴിഞ്ഞാല് ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടോ. എന്നാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്? എന്താണ് ഡേറ്റ് അറിഞ്ഞില്ല എല്ലാവരും അല്ലേ? എന്നാണ് എറണാകുളം ജില്ലയിലെ എക്സാം? ഓഗസ്റ്റ് 31, ഒക്ടോബർ 5, ഒക്ടോബർ 19. കുറെ ഡേറ്റുകൾ ഉണ്ട്. നിങ്ങള് എറണാകുളം ജില്ല അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ചെയ്യണ്ടല്ലേ? ഓക്കെ. പാലക്കാട്, തൃശ്ശൂർ, എല്ലാവരും ഉണ്ടല്ലോ. അത് അപ്പൊ നിങ്ങൾ ഒരു സമയം പോലും പാഴാക്കാതെ ഇരുന്ന് പഠിക്കുക. എവിടെ നിന്ന് ഇൻഫർമേഷൻസ് കിട്ടിയാലും അതൊക്കെ പഠിക്കുക കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പൊ നവോത്ഥാന നായകന്മാരെ കുറിച്ച് ഏകദേശം നല്ലൊരു ധാരണ കിട്ടിയില്ലേ? ബാക്കി 2 പേരൊക്കെ അത് കുറച്ചുള്ളൂ പെട്ടെന്ന് കഴിവതൊക്കെ. 2 വീണ്ടും ആവർത്തിച്ച് പഠിക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഒരു പുതുവർഷം നേരുന്നു കേട്ടോ. 1-ാം തീയതി.
നല്ല രീതിയിലൊക്കെ എക്സാം എഴുതാൻ പറ്റി നല്ലോണം പഠിക്കാൻ പറ്റട്ടെ. ഈ വർഷം നമ്മൾ ജോലിക്ക് കയറുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.